ദോഹ ഏഷ്യൻ ഗെയിംസിന് ഇന്ന് തിരശ്ശീല വീഴും. സമാപനത്തോടനുബന്ധിച്ച് ഖലീഫ സ്റ്റേഡിയത്തിൽ ഇന്ന് വർണ്ണാഭമായ ചടങ്ങുകൾ അരങ്ങേറും. 10 സ്വർണവുമായി ഇന്ത്യ 7ാം സ്ഥാനത്താണ്. 315 മെഡലുമായി ചൈനയാണ് 1ാം സ്ഥാനത്ത്. ഇന്നലെ നടന്ന ചെസ് മിക്സഡ് ടീം ക്ലാസിക് മത്സരത്തിൽ ഇന്ത്യ സ്വർണം നേടി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചെസ് മിക്സഡ് ടീം വിഭാഗത്തിലെ സ്വർണവും ഗുസ്തിയിലെ 2 വെങ്കലവും നേടിയതോടെ 15ാമത് ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യയുടെ മെഡൽ പട്ടിക പൂർത്തിയായി. 100 കോടിയിലേറെ ജനങ്ങളുടെ പ്രതീക്ഷ ചുമലിലേന്തി 419 കായിക താരങ്ങളടങ്ങിയ ഇന്ത്യൻ സംഘം 30ൽ പരം വേദികളിലായി 15ലേറെ ദിവസങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾക്കൊടുവിൽ 10 സ്വർണവും 18 വെള്ളിയും 26 വെങ്കലവും നേടി മെഡൽ പട്ടികയിൽ തങ്ങളുടെ രാജ്യത്തെ 8ാം സ്ഥാനത്തെത്തിച്ചിരിക്കുകയാണ്. ആകെ നേടിയ മെഡലുകളുടെ എണ്ണത്തിൽ ഭാരതത്തിന്റെ സ്ഥാനം 5ആണ്. 11 സ്വർണം നേടിയ ഉസ്ബെക്കിസ്ഥാനാണ് 7ാമത് സ്ഥാനത്ത്. ബുസാൻ ഗെയിംസിന്റെ ആവർത്തനം എന്നോണം ചൈനയും ദക്ഷിണ കൊറിയയും ജപ്പാനുമാണ് 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. ശശി കിരൺ, ഹരികൃഷ്ണ, കൊനേരു ഹംപി എന്നിവരുടെ ചതുരംഗ സംഘം മിക്സഡ് ടീം ക്ലാസിക്കൽ സ്വിസ് ഇവന്റിൽ 9 ദിവസത്തെ മാരത്തോൺ മത്സരത്തിന്റെ 9 റൗണ്ട് കഴിഞ്ഞപ്പോൾ 22.5 പോയിന്റ് നേടി. കസാഖിസ്ഥാനുമായി മത്സരിച്ച അവസാന റൗണ്ടിൽ ശശി കിരൺ ഡാർമനുമായി സമനിലയിലാവുകയും ഹരികൃഷ്ണ മുർത്താസിനോട് തോൽക്കുകയും ചെയ്തപ്പോൾ കൊനേരു ഹംപി ദാന അക്കെത്താവയെ പരാജയപ്പെടുത്തി എതിരാളികളോട് 1.5 എന്ന പോയിന്റിൽ സമനില പാലിക്കുകയായിരുന്നു. ഇന്ത്യക്ക് 5 പോയിന്റ് പിറകിലെത്തിയ ചൈന വെള്ളി മെഡലും 16.5 പോയിന്റ് ലഭിച്ച ഇറാൻ വെങ്കല മെഡലും നേടി. പുരുഷന്മാരുടെ ഗുസ്തിയിൽ 66 കിലോഗ്രാം വിഭാഗത്തിൽ ഭാരതത്തിന്റെ സുശീൽ കുമാർ കസാഖിസ്ഥാന്റെ ലിയോനിഡിനെ കീഴടക്കി വെങ്കല മെഡൽ നേടിയപ്പോൾ 120 കിലോഗ്രാം വിഭാഗത്തിൽ പൽവിന്ദർ സിംഗ് കസാഖിസ്ഥാന്റെ തന്നെ മാരിത് മൊത്താലിമോവിനെ തോൽപ്പിച്ചാണ് 3ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ദോഹ ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യയുടെ അവസാന പതക്കമായി മാറുകയായിരുന്നു ഈ വെങ്കല മെഡൽ. കായിക മാമാങ്കത്തിന് തിരശ്ശീല വീഴുന്ന ഇന്ന് സമാപന ചടങ്ങുകൾക്ക് മുമ്പേ ബേസ്ബോളിലും ഫുട്ബോളിലും മത്സരങ്ങൾ നടക്കാനുണ്ട്. പക്ഷേ ഇന്ത്യക്ക് അതിൽ പങ്കാളിത്തമില്ല. ഇന്ത്യൻ സമയം രാത്രി 10:35 സമാപന ചടങ്ങുകൾ തുടങ്ങുന്നത്. ഓപ്പണിംഗ് സെറിമണിയിൽ ദൃശ്യശ്രാവ്യ വിസ്മയം സൃഷ്ടിച്ച ഡേവിഡ് അറ്റ്കിൻസിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഖത്തർ മ്യൂസിയം അതോറിറ്റി ചെയർമാൻ ഡോക്ടർ ഹസൻ ബിൻ മുഹമ്മദ് ബിൻ അൽസാനിയാണ് 1001 രാവുകളുടെ അത്ഭുത ലോകത്തേക്ക് ക്ലോസിംഗ് സെറിമണിയുടെ വാതായനങ്ങൾ തുറക്കുന്നത്. 2010 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയായ ഇന്ത്യ അടുത്ത തവണത്തെ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് ആതിഥ്യമരുളാനും പദ്ധതിയുണ്ടെന്ന് ദോഹയിലുള്ള ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ മേധാവി സുരേഷ് കൽമാടി അറിയിച്ചു. ദോഹയിൽ നിന്ന് ജീവൻ ന്യൂസിനു വേണ്ടി ആഷിഖ് അഹമ്മദ്.